സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2024 പുതുവർഷ ഫലത്തില് ചതയൻ നക്ഷത്രക്കാർ അറിയുന്നതിന് വേണ്ടി ചില സുപ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള വിശദമായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം. 100 നക്ഷത്രങ്ങൾ അടങ്ങിയ ഒരു കൂട്ടമാണ് ചതയം. വരുണൻ ദേവത. ഈ നക്ഷത്രക്കാർ പൊതുവെ സ്വതന്ത്ര ചിന്താഗതിയും അധ്വാനശീലമുള്ളവരുമാണ്. ജീവിതത്തിന്റെ ആദ്യകാലത്ത് പല ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഇവർ ക്രമേണ അഭിവൃദ്ധി പ്രാപിക്കുന്നതും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധരുമാകും. സ്ത്രീകൾ ദേവന്മാരെയും ഗുരുജനങ്ങളെയും ആദരിക്കുന്നതിൽ താല്പര്യം പ്രദർശിപ്പിക്കും. ധാന്യങ്ങളും മറ്റും ശേഖരിച്ചു വയ്ക്കുന്നതിൽ കഴിവ് കാണിക്കും. ഭർത്താവ് തന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കുചേരണമെന്ന് ഇവർക്ക് നിർബന്ധമാണ്. ഇനി 2024 പുതുവർഷ ഫലത്തില് ചതയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ മിശ്ര ഫലമാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങളിലും ശരിയാക്കാൻ കാലതാമസവും സാമ്പത്തിക ഞെരുക്കമൊക്കെ അനുഭവപ്പെടും. സ്ത്രീകൾക്ക് ആരോഗ്യഹാനി, മനോവിഷമം ഒക്കെ അനുഭവപ്പെട്ടേക്കാം. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും വ്യാഴാഴ്ച ഒരിക്കലെടുക്കുകയും പാൽപ്പായസം, നെയ്വിളക്ക്, പുഷ്പാഞ്ജലിയൊക്കെ നടത്തുകയും ചെയ്താൽ നമുക്ക് ദോഷഫലങ്ങളെയൊക്കെ ഒഴിവാക്കി ഗുണഫലത്തിലേക്ക് നീങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള വിശദമായിട്ടുള്ള ഫലം നോക്കാം. അത് നമുക്ക് ജനുവരി മാസത്തെ ഫലം നോക്കാം. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും. വീട് പണിയുകയോ മോടി പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. പിതാവിന് ചില്ലറ അസുഖങ്ങളൊക്കെ വരാനിടയുണ്ട്. ദൂരയാത്രകളിൽ ക്ലേശം നേരിട്ടേക്കാം. തസ്കരന്മാരുടെ തട്ടിപ്പിന് ഇരയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ബുദ്ധിമുട്ടൊക്കെ നേരിടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഫെബ്രുവരി മാസത്തെ ഫലം നോക്കാം. സഹോദരങ്ങൾക്ക് അല്പം മോശകാലമാണ്. കച്ചവടത്തിൽ നിന്ന് നല്ല ആദായം ലഭിക്കും. ദൂരയാത്രകൾ സുഖകരമായിരിക്കും. പൊതുജനങ്ങളുടെ ആദരവ് ലഭിക്കും. വിദേശയാത്ര ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. ജോലിയിൽ ഉയർച്ച ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. ഇനി നമുക്ക് മാർച്ച് മാസത്തെ ഫലം നോക്കാം. യുവജനങ്ങളുടെ വിവാഹം നടക്കുന്ന സമയമാണ്. പെട്ടെന്നുള്ള ചില കാര്യങ്ങളിൽ ഇറങ്ങി പുറപ്പെട്ടേക്കും. ഭൂമി വാങ്ങാനുള്ള ആഗ്രഹമുള്ളവർക്ക് സാധിക്കാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീജനങ്ങളുടെ വക പണം കൈവശം വന്നു ചേരും. ക്രൂര വാക്കുകൾ ഉപയോഗിക്കുന്ന അല്പം നിയന്ത്രിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഏപ്രിൽ മാസത്തെ ഫലം നോക്കാം. നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തും. എല്ലാ പ്രവർത്തനങ്ങളിലും ഊർജ്ജസ്വലത കൈവരും. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ ഉള്ളവർ അല്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വീട്ടിൽ തസ്കര ശല്യം ഉണ്ടാകാൻ ഇടയുണ്ട്. ചില പ്രവർത്തനങ്ങളിൽ കളവിനും വഞ്ചനയ്ക്കൊക്കെ വിധേയനാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളിലും ഇടപെടുക. അടുത്തത് മെയ് മാസത്തെ ഫലം നോക്കാം. മെയ് മാസത്തിൽ സർവീസിലുള്ളവർക്ക് അധിക വരുമാനവും പ്രതീക്ഷിക്കാം. ജോലിക്ക് വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ അവസരം ഉണ്ടാകും. കരാറ് മുഖേനയുള്ള സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട്. ജ്യേഷ്ഠ സഹോദര സ്ഥാനത്തുള്ളവർക്ക് അസുഖങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഫാക്ടറികളിൽ തൊഴിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ജൂൺ മാസത്തെ ഫലം നോക്കാം. ജനമധ്യത്തിൽ അംഗീകരിക്കപ്പെടും. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ലഭിച്ചേക്കാം. ചില പ്രധാന സർക്കാർ കരാറുകളിലൊക്കെ ഉൾപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവും. പ്രായം കവിഞ്ഞ് നിൽക്കുന്നവർക്ക് വിവാഹം ശരിയാവും. ഓഹരി വിപണിയിൽ നിന്ന് ധനനഷ്ടം ഉണ്ടാവും. ഇനി നമുക്ക് ജൂലൈ മാസത്തെ ഫലം നോക്കാം. ജൂലൈ മാസത്തിലെ പൂർവ്വ സ്വത്തൊക്കെ കൈവശം വരുമെങ്കിലും അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളൊക്കെ നിലനിൽക്കും. സുഹൃത്തുക്കളിൽ നിന്ന് വേണ്ട സഹായ സഹകരണങ്ങൾ ലഭിച്ചെന്ന് വരില്ല. ഉന്നത വിദ്യാഭ്യാസം ആവശ്യമായി വിദേശത്ത് പോകാൻ സാധിക്കും. ജോലിയിൽ കേസുകളുമായി കഴിയുന്നവർക്ക് കേസ് അനുകൂലമാവുകയും തിരികെ ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും. നമുക്ക് ഓഗസ്റ്റ് മാസത്തെ ഫലം നോക്കാം. പ്രവർത്തന രംഗത്ത് ഊർജ്ജസ്വലത കുറഞ്ഞേക്കാം. ജോലിയിൽ അല്പം കൂടെ ശ്രദ്ധ ചെലുത്തണം. അതുപോലെ തന്നെ ഹോബികൾക്ക് വേണ്ടി ധാരാളം പണം സമയം ചെലവഴിക്കും. ബന്ധുക്കളും അയൽക്കാരും ഉദാരമായി പെരുമാറും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഇനി നമുക്ക് സെപ്റ്റംബർ മാസത്തെ ഫലം നോക്കാം. സന്താനങ്ങളുടെ കാര്യം ആലോചിച്ച് മനസ്സ് അസ്വസ്ഥതപ്പെടും. അവനവൻ അവകാശപ്പെട്ട സ്ഥാനങ്ങളിൽ നഷ്ടമാവുന്നുണ്ടോ എന്ന് ആവശ്യപ്പെട്ടേക്കാം. പല ശ്രമങ്ങളും ഫലവത്താകാതെ പോയെന്ന് വരാം. എങ്കിലും ദൈവാനുഗ്രഹമുള്ള അവസരമാണ്. ജോലിയിൽ സഹപ്രവർത്തകരുടെ സഹകരണമൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. വാഹനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഈ അവസരം അനുകൂലമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അല്പം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ഭൂമിയിൽ നിന്നും വാടകയിൽ നിന്നും വരുമാനം വന്നു ചേരും. മാസാവസാനം തുടക്കത്തേക്കാൾ നന്നായിരിക്കും. ഇനി നമുക്ക് നവംബർ മാസത്തെ ഫലം നോക്കാം. ഭാവിയെ മുൻനിർത്തി തീരുമാനങ്ങൾ എടുക്കും. ഹോട്ടൽ വ്യവസായികൾക്ക് കച്ചവടം കൂടും. അതുപോലെ തന്നെ ജനമധ്യത്തിൽ പ്രശസ്തി വർദ്ധിക്കും. അതുപോലെ തന്നെ തൽക്കാലത്തേക്ക് ഉള്ള ജോലി അന്വേഷിക്കുന്നവർക്കെല്ലാം തന്നെ ജോലി ശരിയാവുന്നതാണ്. ചില പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ഉള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അടുത്ത ഡിസംബർ മാസത്തെ ഫലം നോക്കാം. ചില നിസ്വാർത്ഥ സേവനങ്ങളൊക്കെ ചെയ്യും. ജോലിസ്ഥലം കൂടുതൽ ആകർഷകമായി അനുഭവപ്പെടും. സാമ്പത്തിക നില പൊതുവെ ഭദ്രമായിരിക്കും. കുടുംബപരമായി കൈവരാനുള്ള പണം കയ്യിൽ വന്നു ചേരും. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തും. ഭൂമിയുടെ ക്രയവിക്രയത്തിൽ പ്രതീക്ഷിച്ച ലാഭം ലഭിക്കാനുള്ള സാധ്യത കാണുന്നില്ല. അതുകൊണ്ട് ക്രയവിക്രയങ്ങളൊക്കെ സൂക്ഷിച്ച് നടത്തേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ ചതയൻ നക്ഷത്രക്കാർ അറിയുന്നതിനായിട്ടുള്ള ചില സുപ്രധാന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ
ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള വിശദമായിട്ടുള്ള ഫലങ്ങൾ നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ കണ്ടു. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.